സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. 6-ാമത്തെ വാക്യം മുതൽ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കർത്താവ് നൽകുന്ന ആശ്വാസത്തിന് വേണ്ടി, കർത്താവ് നൽകുന്ന വിശ്രമത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിക്കും. മറ്റൊരു വ്യക്തിയെ നമുക്ക് നോക്കാം. നാബോത്തിനെ കുറിച്ച് വായിക്കാം. 1 രാജാക്കന്മാർ 21-1 മുതൽ 19 വരെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആഹാബ് രാജാവ് നാബോത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുന്നതിന് വേണ്ടി നൽകണമെന്നും അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് വേറെ മുന്തിരിത്തോട്ടം നൽകാമെന്നും പറയുവാനിടയായി. അപ്പോൾ എന്താണ് നാബോത്ത് അവനോട് മറുപടി പറഞ്ഞത്? നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. രാജാവ് നാബോത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നാബോത്ത് അയൽക്കാരനാണ്. നാബോത്തിനെ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, നാബോത്തിന് അവിടെ ചെറിയൊരു മുന്തിരിത്തോട്ടമുണ്ട് ആ കൊട്ടാരത്തിന് അരികിലായിട്ട്. അവനോട് പറയുകയാണ്, ആ മുന്തിരിത്തോട്ടം നീ എനിക്ക് തന്നേക്കുക, അത് നീ നൽകുകയാണെങ്കിൽ 100 ഏക്കർ നിനക്ക് പകരമായിട്ട് തിരികെ തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത്രയും ഞാൻ പണം നൽകാം എന്ന് അവനോട് ചോദിക്കുവാനിടയായി. അങ്ങനെ ചോദിച്ച സമയത്ത് ഒരുപക്ഷെ നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് നൽകുകയാണെങ്കിൽ അതിന് പകരമായിട്ട് 10 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിന്റെ സ്നാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞാൽ 10 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? പെട്ടെന്ന് വേണം, ഇതാ പൈസ റെഡിയാണ്. അവനെന്ത് പറഞ്ഞു? ഇതെൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. പിതാക്കന്മാരുടെ അവകാശമെന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ എനിക്ക് നൽകിയത് ഞാൻ എൻ്റെ തലമുറയ്ക്ക് കൊടുക്കണം. പിതാക്കന്മാരുടെ അവകാശത്തെ ഒരിക്കലും വിൽക്കുവാൻ പാടില്ല എന്ന് പഴയ നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തലമുറ അനുഭവിക്കേണ്ടതാണ്. അത് ദൈവം എൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തു, എൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകി, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണം. എനിക്കത് വിൽക്കുവാൻ കഴിയുകയില്ല, ഞാനത് വിൽക്കില്ല എന്ന് പറഞ്ഞു. എന്താണ്? ദൈവം നൽകുന്നതിനെ വിറ്റുകളയുകയാണോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരാൾ വിറ്റുകളഞ്ഞു. എന്താണത്? ജ്യേഷ്ഠന്റെ അവകാശത്തെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിറ്റുകളഞ്ഞ വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. വിറ്റുകളയുകയാണ്. പണം കാണിച്ചാൽ മതി, ദൈവദാസന്മാർ വിൽക്കപ്പെട്ടു പോകുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ പണം കാണിച്ചാൽ വിൽക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും പണം കൊണ്ട് വാങ്ങുവാൻ കഴിയും. MLA-മാരെ MP മാരെയും പണം കൊടുത്തു വാങ്ങുന്നു, വോട്ട് പണം കൊടുത്തു വാങ്ങുന്നു. ഇതാണ് നമ്മുടെ ഭാരതത്തിൽ കാണുന്നത്. ലോകം മുഴുവനും കാണുന്ന അനീതി ഇതാണ്. എവിടെ നോക്കിയാലും പണത്തിന്റെ പ്രഭാവം മാത്രമാണ് കാണുന്നത്. പണമല്ല മുഖ്യം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ അവകാശം, നിനക്ക് നൽകിയിരിക്കുന്നതായ നിന്റെ ശരീരം, നിന്റെ ആരോഗ്യം. അതുപോലെ ഒരു സിനിമ ആക്ടറെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് പോലെ ചെയ്യുകയാണ്. പാടുവാൻ പറയുമ്പോൾ പാടണം, ചാടുവാൻ പറയുമ്പോൾ ചാടണം, കരയുവാൻ പറയുമ്പോൾ കരയണം, നിൽക്കുവാൻ പറയുമ്പോൾ നിൽക്കണം. എന്തു ചെയ്യാൻ പറഞ്ഞാലും അതുപോലെ തന്നെ അവൻ്റെ ശരീരം ഏൽപ്പിച്ചു കൊടുത്ത് അഭിനയിച്ച് കാണിക്കണം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ ശരീരത്തെ അവൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് കോടിക്കണക്കിന് കാശ് കിട്ടുന്നത്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തെ നീ വിശുദ്ധിയോടെ കാക്കണം. വ്യഭിചാരം ചെയ്യുന്നവർ ശരീരത്തെ വിൽക്കുന്നു. ചിലർ യജമാനന് തങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്.
നിനക്ക് ശമ്പളം നൽകുന്ന വ്യക്തിക്ക് നീ അടിമയായിരിക്കുന്നുവെങ്കിൽ നീ ശരീരത്തെ വിൽക്കുകയാണ്. പണ്ടുകാലത്ത് പറയുമായിരുന്നു, എനിക്ക് ഞായറാഴ്ച അവധി ലഭിച്ചില്ലെങ്കിൽ, ചർച്ചിൽ പോകാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ജോലി വേണ്ട എന്ന്. അന്ന് എത്ര കൂടുതൽ ശമ്പളം നൽകിയാലും ഞാൻ വരികയില്ല, എൻ്റെ കർത്താവിൻ്റെ ദിവസമാണ് എനിക്ക് പ്രധാനം. എന്നാൽ ഇന്നെന്താണ് പറയുന്നത്? ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ജോലി വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അതിനുശേഷം ജോലി ലഭിച്ചു. ഇപ്പോൾ പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് വരാൻ കഴിയുന്നതെന്ന്? എങ്ങനെയാണ് ഞാൻ വരുന്നത്? എനിക്ക് ജോലിയുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ആലയത്തിൽ വരുന്നത്? എനിക്ക് ഞായറാഴ്ചയും ഡ്യൂട്ടിയാണ്, ലീവ് കിട്ടുന്നില്ല, എനിക്കവർ ലീവ് നൽകുന്നില്ല. ശരി സഹോദര, വരാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. എന്താണ്? നിനക്ക് അവധി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ചർച്ചിൽ വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 3 മാസം ചെയ്ത ജോലിയുടെ ശമ്പളം പോലും കിട്ടാതെ നിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം. ജാഗ്രത. നിന്റെ മക്കളെ അങ്ങനെ വിൽക്കരുത്. മക്കളെ വിൽക്കുവാൻ പാടില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ഇതാ എൻ്റെ കഴുത, BA വരെ പഠിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? BTech വരെ പഠിച്ചിട്ടുണ്ട്, MTech പഠിച്ചിട്ടുണ്ട്, ഫോറിനിൽ പോയവനാണ്. എൻ്റെ മകൻ അമേരിക്കയിലാണ്. അവൻ എത്ര സ്ത്രീധനം നിങ്ങൾ കൊടുക്കും? എത്ര സ്വർണം കൊടുക്കും? അമേരിക്കയിലുള്ള ആളുകൾ സ്വർണമേ ധരിക്കാറില്ല, അതാണ് സത്യം. സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലപേശുന്നത്? എവിടെ നോക്കിയാലും വ്യാപാരമാണ്. ഒരു LKG സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം, ഡൊണേഷൻ കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം. ഇടയ്ക്ക് ഇട്ടിട്ട് പോകാതെ 3 മാസത്തെ അഡ്വാൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അധികാരത്തെ വിൽക്കുകയാണ്, പദവിയെ വിൽക്കുകയാണ്, ദൈവം കൊടുത്തതായ ആരോഗ്യത്തെ, ദൈവം കൊടുത്തതായ താലന്തുകളെ, കഴിവുകളെയെല്ലാം വിൽക്കുകയാണ് ചെയ്യുന്നത്. നാബോത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും നൽകുകയില്ല, ഇത് ദൈവം എനിക്ക് നൽകിയതാണ്. ഇത് ദൈവം നൽകിയതിന് പകരം നീ എന്തു തന്നാലും അതിന് പകരമാകില്ല. ദൈവം നൽകിയിരിക്കുന്നത് അത് 1/2 സെന്റ് ആണെങ്കിലും അത് അനുഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന് ഹിതമല്ലാത്തത് 60 ഏക്കർ ആണെങ്കിലും അത് ഒരിക്കലും നന്മയാകില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതിന്, ദൈവം എന്നെ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതിനെ ഒരിക്കലും ഞാൻ വിൽക്കുകയില്ല. യേശുവിനെ ഞാൻ വിൽക്കില്ല. എൻ്റെ അവകാശം ഞാൻ കൊടുക്കുകയില്ല. എൻ്റെ അവകാശം കൊടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ രാജാവ് സങ്കടപ്പെട്ട് വ്യസനപ്പെട്ട് എന്താണ് ചെയ്തത്? കട്ടിലിൽ കയറി കിടക്കുകയാണ്. അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ ഇസബേൽ വന്നിട്ട്, എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീചന്മാരായിട്ടുള്ള 2 ആളുകളെ വിളിച്ചിട്ട് അവന് വിരോധമായിട്ട് ഇവൻ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു, രാജാവിനെ ദുഷിച്ചു എന്ന് കള്ളസാക്ഷ്യം പറയിപ്പിച്ചിട്ട് എന്താണ് ചെയ്തത്? 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. അയ്യോ, എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് വേണമെങ്കിൽ അത്ഭുതം ചെയ്ത് ആ കല്ല് ആഹാബിന് നേരെ തിരിച്ചു വരുവാൻ തക്കവണ്ണം ചെയ്തുകൂടെ? ആ 2 വ്യക്തികളെ, ആഹാബിനും ഇസബേലിനും എതിരായിട്ട് തിരിച്ച് അവരെ കൊന്നുകളയാമായിരുന്നില്ലേ? നാബോത്തിനെ രാജാവാക്കി മാറ്റിയിരുന്നെങ്കിൽ ദൈവം എത്ര വലിയവനെന്ന് ആ കാലത്തുള്ള ആളുകൾ പറയുമായിരുന്നല്ലോ. എന്തായിരുന്നു? അവൻ മരിച്ചുപോയല്ലോ. പാവം, പുവർ ഫെലോ, വളരെ കഷ്ടം. അവനക്ക് ബുദ്ധിയില്ലായിരുന്നു. എന്താണ്? ബുദ്ധിയില്ലായിരുന്നു. രാജാവിൻ്റെ അടുക്കൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലായിരുന്നു. അവന് തോന്നിയതുപോലെ പെരുമാറി. അവന് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ പകുതി രാജ്യമെങ്കിലും വാങ്ങിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു. ആഹാബ് എന്തും കൊടുക്കുവാൻ അന്ന് തയ്യാറായിരുന്നു. അവൻ എന്തു പറയുന്നു എന്ന് തന്നെ നിശ്ചയമില്ല. പാവം. നാബോത്ത് എന്താണ് പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് മാത്രം മതി, ഇതിന് പകരം ഒന്നും നൽകിയാൽ അത് മതിയാകില്ല. എനിക്ക് ദൈവം നൽകിയത് മാത്രം മതി. ദൈവം നൽകിയതിനെ ആർക്കും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പണത്തിന് വേണ്ടി ഞാനത് വിറ്റുകളയുകയില്ല. ഈ ദിവസം ഒരു തീരുമാനമെടുക്കുക. അവൻ മരിച്ചുപോയി, പാവം, കൊല്ലപ്പെട്ടു. സ്വർഗത്തിൽ ചെന്നാൽ ഇവരെ കാണുവാൻ കഴിയും, ഇവരെ ചെന്ന് കാണുവാൻ കഴിയും. അവരുടെ ജീവിതം വളരെ ചുരുക്കമായിരിക്കും. അവർ സത്യത്തിനു വേണ്ടി നിന്നതായ വ്യക്തികളായിരിക്കും. അവരെ നോക്കുമ്പോൾ അവരെ അന്യായമായിട്ട് കുറ്റം വിധിക്കപ്പെട്ട് ഉപദ്രവിച്ച് കൊന്നവരായിരിക്കും. അവർ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ക്രിസ്തുവിന്റെ നേരെ ദുഷ്ടന്മാർ എഴുന്നേറ്റിട്ട് അവന് നേരെ അന്യായമായിട്ട് വിധിച്ചു, അവനെ ദുഷിച്ചു, അവനെ കുറ്റം പറഞ്ഞു. അവസാനം എന്താണ്? അവനെ ക്രൂശീകരിച്ചപ്പോൾ അവർ വിചാരിച്ചു, ഇവന്റെ കഥ കഴിഞ്ഞു പോയി.
വിമോചകനാണെന്ന് പറഞ്ഞ് വന്ന വ്യക്തിയാണ്. നോക്ക്, പാപം മരിച്ചുപോയി, എന്തു ചെയ്യാൻ കഴിയും? ജനം ഞെട്ടിത്തരിച്ചുപോയി. ശിഷ്യന്മാർ സങ്കടപ്പെട്ടു. ഇവനിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം എന്തായി തീരും? എത്ര ക്ഷണമാണ് മരിച്ചുപോയത്. താൻ ഇറങ്ങി വരുമെന്നും താൻ അത്ഭുതം കാണിക്കുമെന്നുമാണ് വിചാരിച്ചത്. അയ്യോ, നിസ്സഹായകനായി മരിച്ചുപോയല്ലോ, അവന്റെ കഥ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചു. എന്നാൽ കഥ കഴിഞ്ഞു പോയിരുന്നോ? കഴിഞ്ഞു പോയിരുന്നോ? നാബോത്തിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയും. ഈ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളെ ക്രിസ്ത്യാനികളുടെ നടുവിൽ കാണുവാൻ കഴിയുന്നില്ല, സഭകളിൽ കാണുവാൻ കഴിയുന്നില്ല. ഈ ദിവസം ദൈവം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ജീവപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കുക, ഞാൻ നിങ്ങൾക്ക് ജീവകിരീടം നൽകും. നമ്മുടെ സ്വഭാവം എന്താണ്? സാധാരണ നമുക്ക് പേര് വേണം, പ്രശസ്തി വേണം, പണം വേണം, അതിനുവേണ്ടി എന്തും ചെയ്യും. നഷ്ടം വന്നാലും, കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, മരിക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടി എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. 2 തെസ്സലോനിക്കർക്ക് 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. നിങ്ങൾക്കതിൻ്റെ ഒരു പ്രതിഫലം കിട്ടാനിടയാകും. നീ കർത്താവിനെ വിശ്വസിക്കാതെ ഇരുന്നാൽ, കർത്താവിനെ അനുസരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഇടയാകും. എന്താണ്? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ. എന്നെ കർത്താവിൻ്റെ നിമിത്തത്തിൽ പലരും ഉപദ്രവിക്കുന്നുണ്ട്. ദൈവനാമം നിമിത്തം ഞാൻ നിന്ന അനുഭവിക്കുന്നുണ്ട്. ഞാൻ ദൈവനാമം നിമിത്തം കഷ്ടതയിലായിരിക്കുന്നു. ഞാൻ ദൈവനാമം നിമിത്തം മറ്റുള്ളവരെ പോലെ കൈക്കൂലി വാങ്ങുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മനസ്സാക്ഷിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാത്തത് കാരണം മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല. അതുപോലെ എനിക്ക് പ്രമോഷൻ ലഭിക്കുന്നില്ല, എനിക്ക് എക്സ്ട്രാ പണം ലഭിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കാത്തത് കാരണം മറ്റുള്ളവർ എന്നെ കണ്ട് നിന്ദിക്കുകയാണ്, അവർ എന്നെ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നീ വേദനിക്കുകയാണോ? കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾക്ക്, ക്രിസ്തു നിമിത്തം പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക്, മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പഴിക്കുകയും നിങ്ങൾക്ക് വിരോധമായി ദോഷം സംസാരിക്കുകയും ചെയ്യുമ്പോൾ, എനിക്കറിയാവുന്ന കാര്യമാണ്, ആരെങ്കിലും നമ്മെ തല്ലുന്നതിലും കൂടുതൽ, ആരെങ്കിലും നമ്മെ ദുഷിക്കുന്നതിലും കൂടുതൽ, നമ്മെക്കുറിച്ച് അനാവശ്യമായി ഇല്ലാത്തതായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? അനാവശ്യമായ വാക്കുകൾ പറയുന്നത്, അവർക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നത്, ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, ഓരോ വ്യക്തിയിലും അടിച്ചേൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ? മറ്റുള്ള മുൻപിൽ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള അവസ്ഥ വളരെ ദുഃഖകരമാണ്. ആത്മാർത്ഥതയുള്ളതായ ഒരു വ്യക്തി, ക്രിസ്തുവിന് വേണ്ടി തീക്ഷ്ണതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സഹിക്കുവാൻ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിന്ദകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കിത് വരുന്നത്? നിന്നെ യേശുവിന്റെ സ്വരൂപത്തിലേക്ക് മാറ്റുന്നതിന്. നമുക്ക് വേണ്ടി ഒരുപാട് നിന്ന അനുഭവിച്ചതായ കർത്താവാണ് നമ്മുടെ ദൈവം. നമ്മുടെ നിന്ദകളെല്ലാം അവന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടു. നമുക്ക് വേണ്ടി നിന്ന അനുഭവിച്ചു. നമ്മുടെ മേൽ നിന്ന് വരുമ്പോൾ നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നീ നിന്ദിക്കപ്പെടുന്ന സമയത്ത്, നിന്നെ അപമാനിക്കുന്നതായ സമയത്ത്, നിന്നെ ഒറ്റപ്പെടുത്തുന്നതായ സമയത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് കടന്നു വരും. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് എന്താണ് നൽകുന്നത്? ആശ്വാസം നൽകും. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും. പകരം നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് എന്ത് കൊടുക്കും? അവർക്ക് പീഡ കൊടുക്കുവാനിടയാകും. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും, യുദ്ധം യഹോവയ്ക്കുള്ളത്. നിന്റെ ശത്രു നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക. നീ അവരെ ശപിക്കരുത്, അവരെ സ്നേഹിക്കുക, അവരോട് ക്ഷമിക്കുക. അതാണ് കർത്താവ് പറയുന്നത്. അവരോട് ക്ഷമിക്കുവാനാണ് അവൻ പറയുന്നത്. നിങ്ങളെ വഞ്ചിച്ചവരെ ഓർത്തുകൊണ്ട് എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് സംഭവിച്ച ചതി ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശ വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, ഓർക്കുക. എന്നാൽ ആ നിന്റെ മേൽ വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപ നിന്റെ മേലുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് നീ മാറ്റപ്പെടുകയാണ്. അവൻ ഈ കഷ്ടതയിൽ കൂടി നിന്നെ പരിശോധിക്കുകയാണ് എന്ന് നീ തിരിച്ചറിയുകയാണെങ്കിൽ
അനുഗ്രഹിക്കപ്പെടും. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നാബോത്തിനെ പോലെയുള്ള ആളുകൾ പരാജിതരായിട്ട് കാണപ്പെടുന്നു. എന്നാൽ എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ജീവിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ജീവിതം നയിക്കണം. മരണം വരെ വിശ്വസ്തനായിരിക്കണം. ഒരു വേട്ടക്കാരൻ മുയലിനെ പിടിക്കുവാൻ ഒരുപാട് പരിശ്രമം നടത്തിയിട്ടും അതിനെ കിട്ടുന്നില്ല. അത് ഓടിച്ചെന്ന് അതിൻ്റെ മാളത്തിൽ ഒളിക്കും. പിന്നെ ആർക്കും അതിനെ പിടിക്കുവാൻ കഴിയില്ല. ഒരാളിങ്ങനെ തീരുമാനിച്ച് എങ്ങനെ ഇതിനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്ലാൻ ഉണ്ടാക്കാനിടയായി. അതിനുവേണ്ടി എന്തു ചെയ്തെന്നറിയാമോ? കുറേ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും ദുർഗന്ധം വമ്മിക്കുന്ന സാധനങ്ങളും കൊണ്ടുവന്നിട്ട് മുയലിൻ്റെ മാളത്തിന് അരികിൽ കൊണ്ടുവന്ന്, മുയൽ മാളത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ആ മാളത്തിൽ നിറയ്ക്കാനിടയായി. വീണ്ടും മുയലിനെ പിടിക്കാൻ ഓടിച്ച സമയത്ത് ഇത് ഓടി വന്ന് മാളത്തിൽ ഒളിക്കാൻ നോക്കിയ സമയത്ത് നോക്കിയപ്പോൾ അവിടെ ദുർഗന്ധമാണ്, മാലിന്യമാണ്. അവിടെ ഇരിക്കുവാൻ കഴിയില്ല. വലിയ ദുർഗന്ധം വമിക്കുന്നു. അത് അകത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അതിൻ്റെ ശരീരം വെളുത്ത് നനുത്ത ശരീരത്തില് ഈ ദുർഗന്ധം, ഈ ചെളി, മാലിന്യം പിടിക്കുവാനിടയാകും. അതുകൊണ്ട് അത് അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു. ഇവിടെ നിന്ന് വേട്ടക്കാരൻ വന്ന് എന്നെ കൊന്നാലും ശരി, ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്നാൽ അകത്തുപോയി മാലിന്യത്തിൽ കിടക്കുവാൻ, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയായിരിക്കണം. നീ നിന്റെ ശരീരത്തെ അശുദ്ധിയാക്കാതെ, നിന്റെ മനസ്സാക്ഷിയെ മലിനമാക്കാതെ, വേണമെങ്കിൽ മരണം വരിക്കാൻ പോലും തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം മതിയായ ദൈവമാണോ എന്ന് ശദ്രക്, മേശക്, അബേദ്നെഗോവിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം മതിയായ ദൈവമാണ്. ഒരു പക്ഷേ നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം, നിങ്ങളത് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണ്. അഗ്നിശോധനകൾ വരുമ്പോൾ ദൈവത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലനിൽക്കുമെന്നുള്ള തീരുമാനം. വേദപുസ്തകത്തിലെ അങ്ങനെയുള്ള വിഷയങ്ങൾ നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. ദാനിയേൽ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ശദ്രക്കും മേശക്കും ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അവൻ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും, ഒരു പക്ഷേ ഞങ്ങളെ, രാജാവേ, അവൻ ഞങ്ങളെ വിടുവിക്കും. ഒരു പക്ഷേ അവൻ ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും, രാജാവേ, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തീർച്ചയായും വിടുവിക്കുവാനിടയാകും. ഒരു പക്ഷേ അവൻ ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും നീ പറഞ്ഞത് കേട്ടുകൊണ്ട് നിന്റെ ദേവന്മാരെ നമസ്കരിക്കില്ല. ഞങ്ങളെ നീ കൊന്നുകളഞ്ഞാലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. താൽക്കാലികമായ കഷ്ടത്തെ ഭയപ്പെടുന്നവർ നിത്യമായ കഷ്ടത്തിലകപ്പെടും. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ വരുവാനുള്ള പീഡയല്ല, നരകത്തിൽ വരുവാനുള്ളതായ മഹാപീഡയാണ്. അത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകമാണ് ആ രണ്ടാം മരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഈ ലോക ജീവിതമാണ് നിങ്ങൾക്ക് വലുത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും? മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം. മരണശേഷമാണ് യഥാർത്ഥ ജീവിതമുള്ളത്. സ്തേഫാനോസിനെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുമ്പോൾ കർത്താവേ, ഇവരോട് ഈ ദോഷം കണക്കിടരുതേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ കർത്താവിനെ കാണുവാനിടയായി. ഇവിടെ രക്തമൊഴുകുന്നു, അവൻ്റെ ശരീരത്തിൽ കഠിന ഉപദ്രവം ഏൽപ്പിക്കപ്പെടുന്നു. ഇവിടെ അവന് മരണത്തെ നേരിടേണ്ടി വന്നു. എന്നാൽ സ്വർഗത്തിൽ കർത്താവ് അവനെ കണ്ട് എഴുന്നേറ്റു നിൽക്കുന്നത് അവൻ കണ്ടു. കർത്താവ് നോക്കുമ്പോൾ, എൻ്റെ മകൻ എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു. അവൻ എഴുന്നേറ്റ് നിന്നു. വരൂ മകനെ, വരുവെന്ന് പറഞ്ഞ്, ഇതാ നിനക്ക് വേണ്ടി സിംഹാസനം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് ഇരുത്തുവാനിടയായി. ജീവിച്ചാൽ അങ്ങനെയുള്ള ജീവിതം ജീവിക്കാം. ഇഹത്തിലും പരത്തിലും കർത്താവിന് വിശ്വസ്തരായിരിക്കാം. ഈ കാലത്ത് നോക്കുമ്പോൾ അനേകം ആളുകൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ളതായ ഭക്തിയാണ് കാണിക്കുന്നത്. ലാഭം ഉദ്ദേശിച്ചു മാത്രമാണ് ആത്മീയ വിഷയങ്ങൾ പലതും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വേലയേക്കാൾ ഉപരിയായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു. അത് ഈ കാലത്ത് ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നു. നമ്മയൊന്ന് പരിശോധിച്ച് നോക്കാം.
എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധന ആരംഭിച്ചിരിക്കുന്നു, ഞാൻ ഇനി വീട്ടിലിരിക്കാൻ പാടില്ല. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, ഞാൻ വീട്ടിൽ നിന്ന് എന്തു ചെയ്യാനാണ്? എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ദൈവദാസന്മാർ രാവും പകലും കർത്താവിന് വേണ്ടി യാത്ര ചെയ്ത് അധ്വാനിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണോ ഞാൻ വിശ്രമിക്കേണ്ട സമയം? ഇതാണോ ഞാൻ കിടന്നുറങ്ങേണ്ട സമയം? ഇതാണോ ഞാൻ പലതും ചെയ്ത് മുൻപോട്ട് പോകേണ്ടതായ സമയം? കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു. അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ പറഞ്ഞിരിക്കുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പാസ്റ്ററിന് പ്രതിഫലം കൊടുക്കുമെന്നാണോ? അതോ എല്ലാ സഭകൾക്കും കൊടുക്കുമെന്നാണോ? സഭകൾക്കാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ആ സഭയിൽ അംഗമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും കിട്ടിയേക്കാം. വോളിബോൾ കളിച്ച് ജയിച്ചാൽ ടീമിൽ എല്ലാവർക്കും സമ്മാനം കൊടുക്കുമോ? ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ക്യാപ്റ്റൻ മാത്രം കൊടുക്കുകയാണ്, എല്ലാവരും വിഷമിക്കാനിടയാക്കും. എന്താണ്? എന്നാൽ ദൈവം സമ്മാനം നൽകുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുക്കും. നീ ചെയ്തനുസരിച്ച് നിനക്കൊരു ഗിഫ്റ്റ്, നിനക്കൊരു ഗിഫ്റ്റ്, നിനക്കൊരു ഗിഫ്റ്റ്, എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ പ്രായക്കാർക്കെല്ലാം ഒരു ഗിഫ്റ്റ്, ദേവദാസന്മാർക്കെല്ലാം ഒരു ഗിഫ്റ്റ്, ഈ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം ഒരു ഗിഫ്റ്റ്. അങ്ങനെയില്ല, ഒരേ ക്യൂ ആണ് അവിടെയുള്ളത്. ദേവദാസന്മാരായിരിക്കുന്ന ഞങ്ങളും നിങ്ങളോടൊപ്പം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടതാണ്. ഞാൻ വിശ്വസ്തനാണെങ്കിൽ എനിക്ക് വലിയ പ്രതിഫലം, നീ വിശ്വസ്തനാണെങ്കിൽ നിനക്ക് വലിയ പ്രതിഫലം. നീ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാൽ നിന്നെയും അവിടെ ഉയർത്തുവാനിടയാകും. നീ എത്ര കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ എന്നൊന്നും ദൈവം ചോദിക്കത്തില്ല. ആ ഊരിയവനെ നോക്കുമ്പോൾ ദാവീദ് അന്ന് യുദ്ധം ചെയ്തില്ല, ഭരണകാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, യുദ്ധത്തിന് വന്നില്ല, ഊരിയാവിനെ പറഞ്ഞു വിടുവാനിടയായി. എന്നാൽ ഒരു യുദ്ധത്തിൽ, താൻ ചെയ്തതായ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുവാനിടയായി. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ദൈവം എനിക്ക് നൽകിയവ ഞാൻ വിൽക്കുകയില്ല, ദൈവം തന്നതിനെ ഞാൻ നൽകില്ല, ദൈവം തന്നതിനെ പിടിച്ചെടുക്കുവാൻ പിശാചിന് അധികാരമില്ല. മോശയോട് ഫറവോൻ പറഞ്ഞു, നിങ്ങൾ പോവുക, പുരുഷന്മാർ പോയിട്ട് സ്ത്രീകളെല്ലാം ഇവിടെ നിൽക്കട്ടെ. പറ്റില്ല, ഞങ്ങൾക്കെല്ലാവർക്കും പോകണം. ശരി, നിങ്ങളെല്ലാവരും പോകുക, നിങ്ങളുടെ ജന്തുക്കളെയും ആസ്തികളെയും ഇവിടെ ഇട്ടിട്ട് പോകുക. ഇല്ല, ഞങ്ങൾക്കുള്ള സകലതുമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകണം. ഞങ്ങൾക്കുള്ളതായ സകലത്തെയും ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കണം. ചില ആളുകളാണ് വീട്ടിൽ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് വലിയ നോട്ടുകളെല്ലാം വീട്ടിലെടുത്ത് മാറ്റിവെച്ചിട്ട് ചെറിയ ചില്ലറത്തൊട്ടുകളുമായിട്ട് ചർച്ചിൽ പോകും. അവിടെ ചെന്നിട്ട് എൻ്റെ സകലതും നിനക്കു തന്നെ എന്ന് പാട്ട് പാടും. ഇവർ കള്ളന്മാരാണോ വഞ്ചകന്മാരാണോ? പറയൂ, എന്താണ് ഇവരെ പറയേണ്ടത്? എന്താണ് വിളിക്കേണ്ടത്? എൻ്റെ സമസ്തവും നിനക്കെന്ന് പറയുമ്പോൾ നിനക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവത്തിന് നീ കൊടുക്കുന്നുണ്ടോ? നീ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചാൽ നീ ദൈവത്തിന് കൊടുക്കാനിടയാവും. നീ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടി നീ സകലതും കൊടുക്കുവാൻ മനസ്സുള്ള വ്യക്തിയാണല്ലോ. നീ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം ഓരോരുത്തർക്കും, ആരുടെയും റെക്കമെൻഡേഷൻ അതിനാവശ്യമില്ല, ദൈവം പ്രതിഫലം കൊടുക്കുവാനിടയാകും. ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ലാതെ ഓരോരുത്തർക്കും കൊടുക്കുവാനുള്ള പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ട്. കർത്താവിനെ പുകഴ്ത്തുന്നവൻ ഭാഗ്യവാൻ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വായി തുറന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയ കർത്താവിന് നീ എന്താണ് കൊടുക്കുന്നത്? നീ ലോകത്തെയാണോ സ്നേഹിക്കുന്നത്? ലോക കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണോ? നിന്നെ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി എന്തു ചെയ്യുന്നു? സഭ മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മാത്രം എന്താണ് ചെയ്യുന്നത്? കൂട്ടു സൈനികർ യുദ്ധത്തിലായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കിടന്നുറങ്ങുവാനായിട്ട് കഴിയും? ഇത് തിന്നുകുടിച്ച് സന്തോഷിക്കേണ്ട സമയമാകുന്നോ? എന്റെ ദൈവത്തിന്റെ രാജ്യത്തെ പണിയേണ്ടതായ സമയമാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കേണ്ടതായ സമയമാണ്. ഞായറാഴ്ച പോലും ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് അവനെ ആരാധിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുന്നു ഞാൻ. എന്റെ സമയമെല്ലാം പിശാച് തട്ടിയെടുത്തിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് വായി തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗം ചെയ്ത യേശുവേ, കഷ്ടത എങ്ങനെ സഹിക്കണമെന്ന് നീ കഷ്ടത സഹിച്ചു കാണിക്കാനിടയായി. എങ്ങനെ താഴ്മ ധരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ താഴ്മ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് നീ ഇറങ്ങി വന്ന് ജീവിച്ചു. എങ്ങനെയാണ് വിശുദ്ധരായി ജീവിക്കേണ്ടതെന്ന് ഈ ലോകത്തിൽ നീ വന്ന് ജീവിച്ചു കാണിക്കാനിടയായി. എങ്ങനെയാണ് പരീക്ഷകളെ ജയിക്കേണ്ടതെന്ന് കാണിക്കുവാൻ എല്ലാ പരീക്ഷകളെയും നേരിട്ടുകൊണ്ട് നീ ജയിച്ചു കാണിക്കുവാനിടയായി. നിന്റെ കാൽപാതകളെ പിന്തുടരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങൾ ഇവിടെ നശിച്ചു പോകുവാനിടയാകരുതേ. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ആവശ്യമെങ്കിൽ രക്തസാക്ഷിയാകുവാനും കൂടെ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും അത് ഞങ്ങളോടൊപ്പം വരില്ല എന്നും, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എത്ര വലിയ പേരുണ്ടെങ്കിലും അതൊന്നും സ്വർഗത്തിൽ കാണുകയില്ല എന്നും, നീ ഞങ്ങൾക്ക് നൽകുന്നത് എന്താണോ അതുമാത്രമാണ് നിലനിൽക്കുന്നതെന്നും, നിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ സഹായിക്കുമാറാകണമേ എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണർവ് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ